ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു വിഷമമായിട്ടുള്ള എനിക്ക് പറ്റിയൊരു ചതിയാണ്. ഇന്ന് എന്നെ ഒരാൾ ചതിച്ചു. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ചതിയാണ് എന്നോട് ചെയ്യുന്നതെന്ന്. അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അത് ഞാൻ ആരാണെന്നും എന്താണെന്നും അത് പറയാം. ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിൽ തലയിൽ തേക്കാനുള്ള എണ്ണ എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട്. ഞങ്ങൾ 3 പേരും ഇതുപോലെ തലയിൽ തേക്കാനുള്ള എണ്ണ പണ്ട് മുതലേ തേക്കുന്നത് ആദ്യം മുതലേ തേച്ചുകൊണ്ടിരുന്ന എണ്ണ എന്ന് പറയുന്നത് ഈ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ. ചെമ്പരത്തിപ്പൂ എണ്ണയിലിട്ട് തിളപ്പിച്ച് അത് മുരിച്ച് പൊടിച്ച് റെഡിയാക്കി എടുത്ത് തലയിൽ തേക്കുന്ന എണ്ണയായിരുന്നു ഞങ്ങൾ തേക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ കുറേ വർഷങ്ങളോളം ഞങ്ങൾ വർഷത്തോളം തേച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരായാലും ആണല്ല മുടിയെക്കുറിച്ചുള്ള ഒരു ഇത് കേൾക്കുമ്പം ഓരോന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. പരീക്ഷിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരായാലും പരീക്ഷിക്കും അല്ലേ? മുടി ഇഷ്ടമുള്ളവർ പരീക്ഷിക്കും. അപ്പം അങ്ങനെ ഇരിക്കും. ഓരോന്ന് ചില സമയത്ത് വേറെ ഒരു ഇത് കാണുമ്പോഴത്തേന് നമ്മൾ വീണ്ടും അത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കും. പക്ഷേ മുടി ഉണ്ടായിരുന്നേ, നേരത്തെ മുടിയുണ്ട്. പക്ഷേ പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നന്നായിട്ട് ഒരുവിധമൊക്കെ മുടിയുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് ഇടയ്ക്കലത്തെ ചേച്ചിക്കായിരുന്നു. എൻ്റെ നേരെ മൂത്ത ചേച്ചിക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞാണ് അങ്ങനെ ഓരോന്ന് എടുത്ത്. അപ്പോൾ അവസാനം തേച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂ പിച്ചി എണ്ണയിലിട്ട് ചൂടാക്കി അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറുന്തോട്ടി അരച്ച് തലയിൽ തേച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളിയും പിന്നെ ചെമ്പരത്താളി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് എണ്ണ കാച്ചി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ കറ്റാർ വാഴ അത് ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അതോടുകൂടി അതൊക്കെ അങ്ങ് നിർത്തി. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ സ്ഥിരമാക്കിയത് എന്താണ്, ബ്രഹ്മി ഞങ്ങൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ട് പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നട്ട് പിടിപ്പിച്ച് നന്നായിട്ട് കിണറിൻ്റെ വട്ടം എപ്പോഴും വെള്ളം വീഴുന്ന ഭാഗമാണല്ലോ, എപ്പോഴും വെള്ളം വീഴുന്ന ഭാഗത്ത് അത് നന്നായി കിളിക്കും. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കിണറിൻ്റെ വട്ടം നട്ട് കുറച്ച് 2-3 തണ്ട്, ഒരു 3-4 തണ്ടേ ഉള്ളായിരുന്നു. അത് മേടിച്ച് കൊണ്ടുവന്ന് നട്ട് അവിടെ എല്ലാം ഇഷ്ടം പോലെ ബ്രഹ്മി കളിച്ച് നന്നായിട്ട് ചുറ്റും പടന്ന് ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ പിന്നെ അത് കിളിച്ച് റെഡിയായി വന്നപ്പോൾ അത് തേക്കാൻ തുടങ്ങി. സ്ഥിരമായിട്ട് ഞാനത് തേക്കുമായിരുന്നു. അപ്പം എല്ലാവരും പറയുമായിരുന്നു നന്നായിട്ട് മുടി കിളിക്കുന്നുണ്ട്, അതുപോലെ മുടി എനിക്കും തലയിൽ നന്നായിട്ട് പിടിച്ചിട്ട്. അപ്പോൾ ചേച്ചിയൊക്കെ പറയുമായിരുന്നു നീ അത് സ്ഥിരമാക്കിക്കോണം, നിനക്കത് പിടിക്കും, നീ അത് മാറ്റരുത് എന്നെല്ലാം പറയുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് കുറേ നാൾ ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് പിന്നെ അപ്പം നമ്മുടെ വീട്ടിൽ അത് സ്ഥിരം ഉണ്ടല്ലോ, വേറെ എങ്ങും പോകണ്ട, ബുദ്ധിമുട്ടാനോ അല്ലെങ്കിൽ മേടിക്കാനും അതിന് ക്ഷാമമായിട്ടുള്ള രീതിയിൽ ഇതൊന്നുമില്ല. അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എണ്ണ തീരുമ്പോൾ അത് പറിച്ച് എണ്ണ കാച്ചാം. അപ്പോൾ അങ്ങനെ ഇരുന്ന് അത് നന്നായിട്ട് നല്ല രീതിയിൽ തലയിൽ പിടിച്ച് നന്നായിട്ട് എനിക്ക് മുടി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കല്യാണമൊക്കെ ആയി അപ്പോഴത്തേന് വീട്ടിലത് സ്ഥിരമുണ്ട്. അപ്പം ഞാൻ അന്നേരം പറയുമായിരുന്നു, കല്യാണത്തിന് മുമ്പാണേ ഞാൻ അന്നേരം പറയുന്നത്, എവിടെ കെട്ടിച്ചുകൊണ്ട് പോയാലും ഞാനും ഇത് തന്നെ തേക്കും, തലയിൽ ഇത് തന്നെ ഉപയോഗിക്കും, മാറി തേക്കത്തില്ല, ഇനി ഒന്നും മാറി പരീക്ഷിക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് എവിടെ ആയാലും വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴായാലും അവിടെ ചെന്നായാലും എണ്ണ മാറ്റരുത് എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുക അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന എണ്ണയും അതൊക്കെ ഉപയോഗിച്ച് തീർന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ അത് സാധനം ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി, നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. പോയി ഞാനിനി പോയിരുന്നു. പിന്നെ അമ്മ അങ്ങനെയുള്ള ഒരു അപ്പം അമ്മ ചേച്ചിയുടെ കൂടെ ഒക്കെ പോയി. അപ്പം അവിടെ ശ്രദ്ധിക്കാനൊന്നും ആരും ഇല്ലാതായി. പിന്നെ അത് വീട്ടിൽ നിന്നാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ട്. 2 തണ്ട് കൊണ്ടുവന്ന് ഇവിടെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പിടിച്ചില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ വീട്ടിൽ നിന്നതും മൊത്തം അങ്ങ് പോയി, നശിച്ചുപോയി. കിളിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ ഞാനെന്തോ ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ വെച്ച് മണ്ണിനകത്ത് തന്നെ കൊണ്ട് നട്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വെച്ച് കുറച്ചൊക്കെ കിളിപ്പിച്ച് പിന്നീട് എണ്ണ കാച്ചാനുള്ള ഇതിൽ വന്നില്ല, എണ്ണ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കിളിർത്ത് കഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ആയി ഒരുമാതിരി എല്ലാം ആയി അങ്ങട്ടുപോയി, മൊത്തം അങ്ങട്ടുപോയി. ഇങ്ങനെ ഭയങ്കര വിഷമമായി. അപ്പോൾ അതിൽ നിന്ന് 2 തണ്ട് ഞാനെടുത്ത് എന്തോ ഒരു ചെടിച്ചട്ടിക്കകത്ത് കെട്ടിത്തൂക്കിയിട്ട് കിളിർപ്പിക്കാനെടുത്ത്. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പുറമേ 4 വശത്തൂടെ കിളിർത്ത് ഇറങ്ങുമല്ലോ, വല പോലെ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പം അങ്ങനെ കിളിർത്ത് കഴിഞ്ഞ്
കിളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു സമയമായപ്പോഴത്തേനും അത് അങ്ങ് ഉണങ്ങിപ്പോയി, അതും അങ്ങ് ഉണങ്ങിപ്പോയി. അത് ശരിയായി കിട്ടിയില്ല. പിന്നെ ഞാൻ പിന്നെ എണ്ണ മാറ്റേണ്ടി വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ എണ്ണയെന്ന് പറയുന്നത്, അത് ഞാൻ ആ പേരൊക്കെ ഞാൻ പറയാം. പക്ഷേ അതെങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം അങ്ങനെ ആ എണ്ണ തേക്കാൻ തുടങ്ങി. എനിക്ക് മുടി നന്നായിട്ട് കിളിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ആ എണ്ണയാണ് ഇപ്പം ഒരു 8 വർഷത്തോളം ഞാൻ ആ എണ്ണയാണ് തേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഡെയിലി ഒരു ടിപ്പ് പറഞ്ഞുതരാം. മുടി കിളിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാ മാസവും ഇത്രയും ഇഞ്ച് നീളത്തിൽ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കിളിക്കുമെന്നാണ് വിശ്വാസമല്ല, എനിക്ക് ഉറപ്പുണ്ട്. എനിക്കത് വിശ്വാസമാണ്. കാരണം ഒരു ഇഞ്ച് നീളത്തിൽ നമ്മൾ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ മാസം അതിൻ്റെ ഇരട്ടി കിളിക്കുമെന്നാണ്. അപ്പം ഞാനങ്ങനെ ഡെയിലി എല്ലാ മാസവും കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുപോയി. 2 മാസം കൂടിയിരിക്കുമ്പോഴൊക്കെ ഞാൻ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടിയിരിക്കുമ്പോൾ മുടി ഇടത്തുമ്പ് കട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം എൻ്റെ ചേട്ടനോട് കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച്. അപ്പോൾ കുഴപ്പമില്ലാതെ ഒക്കെ ചെയ്തു. അപ്പോഴിങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഞാൻ എണ്ണ ഞാൻ അധികം അങ്ങനെ തേക്കാറില്ല. കാരണം എണ്ണ തേച്ച് ഇതായി കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഒരുമാതിരി ആയിരിക്കും. അങ്ങോട്ടങ്ങ് പോകുമ്പോഴൊക്കെ നമ്മൾ ആരായാലും അങ്ങനെ ആണല്ലോ. അങ്ങനെ എനിക്ക് പറ്റിയ ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്, എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന്. ഞാൻ ഇന്നലെ 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ തലമുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ സമയമില്ലെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇതുപോലെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കത്രിയൊക്കെ എടുത്ത് ഞാൻ കൊണ്ട് കൊടുത്ത് ചീപ്പും കൊണ്ട് ഞാൻ കൊണ്ട് കാണിച്ചു. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ മുടി കണ്ടോ? നല്ലൊരു പണി അങ്ങ് തന്നു കണ്ടോ? എൻ്റെ മുടി കട്ട് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയും ഈ വിരലിൻ്റെ ആ ഫസ്റ്റ് വരയുണ്ടല്ലോ, ഈ വിരലിൻ്റെ അത്രയും കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നെ ചതിച്ചതാണ്. ഇത് ഇല്ല, കുറേ ഞാൻ ദൂരെ കളഞ്ഞു എന്നിട്ട് അവിടുന്ന് മുമ്പ് ഞാൻ എടുത്തോണ്ട് വന്നതാണ്ടോ. ഇതാണോ ഇത്രയും നീളം മുടി തോനെ ഉണ്ടായിരുന്നേ, കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞെടുത്ത് ഇത്രയും തുമ്പാണ്. തുമ്പ് ഒരു ശകലം ഇത്രയും കട്ട് ചെയ്യാൻ പറഞ്ഞത് കണ്ടോ ഗൈസ്? എന്നെ ചതിച്ച ചതി കണ്ടോ? ഇത്രയും മുടിയാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. വിഷമം ഉണ്ടാവുമോ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ്, പിന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു ഞാൻ മുടി ബോബ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ബോബൊന്നും ചെയ്യണ്ട, വെറുതെ മുടി കട്ട് ചെയ്ത് വെട്ടിക്കളയുന്ന എന്തിനാന്ന് ചോദിച്ചു. ചുമ്മാ പറഞ്ഞതാ. അപ്പം അങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം മുടിയൊക്കെ ഒരുവിധം കിളിച്ച് ഇതായി വരുന്നത്. അപ്പോൾ കണ്ടോ ഇത്രയും നീളം, ഇത്രയും കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും ഈ വിരലിൻ്റെ ഫസ്റ്റ് വരയുടെ അത്രയും കട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഈ ചതി എന്നോട് ചെയ്ത് നിങ്ങൾ പറ എന്താണെന്ന്. കണ്ടോ? അപ്പോൾ അങ്ങനൊരു പണി എനിക്ക് തന്നു. ആരെൻ്റെ കെട്ടിയവനാട്ടോ, എൻ്റെ ചേട്ടൻ തന്ന പണി. മുടി നന്നായിട്ട് അങ്ങ് മുറിച്ച് കണ്ടോ? എന്നിട്ട് പറയുന്നത് എന്തുവാ? ഇല്ല, ഇച്ചിരി ശകലം തുമ്പേ നിനക്ക് തോന്നുവന്നു. എങ്ങനെയുണ്ട്? പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് സമാധാനിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ തേക്കുന്ന എണ്ണ നന്നായിട്ട് എൻ്റെ തലയിൽ നന്നായിട്ട് പിടിക്കുന്ന എണ്ണയാണ്. അതെന്തൊക്കെയാണെന്നും അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പരീക്ഷിക്കുക, ടെസ്റ്റ് ചെയ്യുക. മുടി ആവശ്യമുള്ളവർ, മുടി കിളിക്കണമെന്ന് മുടി ആവശ്യമില്ലാതെ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ കൂടുതലും കാണില്ലല്ലോ. കൂടുതൽ പേര് മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ കേസ്, ഈ ചതി എന്നോട് ചെയ്തത് ശരിയായ കാര്യമാണോ? നിങ്ങൾ പറ. എന്നോട് ഇങ്ങനെ ചെയ്യണമായിരുന്നു? നിങ്ങൾ പറ. കണ്ടോ മുടിയുടെ തുമ്പ് കണ്ടോ? മുടി കണ്ടോ? മുറിച്ചതാ കണ്ടോ? എന്ത് ചെയ്യും? ഇനിയിപ്പം ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടെ. ഒരു വിഷമവും ഇല്ല എനിക്ക് കേട്ടോ. അത്രയും മുറിച്ചെങ്കിൽ അതേപോലെ പെട്ടെന്ന് കിളിക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, ഒരു വിഷമവും ഇല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു സന്തോഷത്തിന് വേണ്ടി, നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എണ്ണയുടെ കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.